Good morning. Good morning, Miss. Okay, Hira, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർവ്യൂവിന്റെ എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇൻസിഡൻസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? പ്രിവാലൻസും ഇൻസിഡൻസും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലായോ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കണം കേട്ടോ. ഡെയിലി വായിച്ചു നോക്കണം. അല്ലെങ്കിൽ മറന്നു പോവും. എക്സാമിന്റെ സമയമാകുമ്പോൾ ബുദ്ധിമുട്ട് വരും കേട്ടോ. അതിന് ചിലപ്പോൾ മോഡൽ എക്സാം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. മൊഡ്യൂൾ എക്സാം കഴിഞ്ഞ് നേരിട്ട് മെയിൻ എക്സാമിലോട്ട് കടക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പൊ അധികം താമസിയാതെ നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും. മൊഡ്യൂൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മോഡൽ ഉണ്ടാവുമെന്ന് അറിയില്ല. പെട്ടെന്ന് ചിലപ്പോൾ മെയിൻ എക്സാമും വരും കേട്ടോ. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ തന്നെ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പഠിക്കുക കേട്ടോ. ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അതിൽ തന്നെ വായിച്ചു നോക്കാനായിട്ട് നോക്കുക. 5 എത്താണ് ഈ മന്ത് ഉറപ്പില്ല മോളെ. കാരണം നമ്മുടെ പോർഷൻസ് തീരണല്ലോ. ഇനിയിപ്പോ അധികം പോർഷൻസ് എടുക്കാനില്ല. ഇപ്പൊ എന്റെ ഇത് കഴിഞ്ഞ് എനിക്കിപ്പോ 2 ചാപ്റ്റർ ഇനി കിടപ്പുണ്ട്. അത് വലിയ ചാപ്റ്ററുകളല്ല. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂൾ 3 ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 4 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ, അതാണ് എനിക്ക് തീർക്കാനുള്ളത്. പിന്നെ മിലു മിസ്സിനും ആതിര മിസ്സിനും ഉണ്ടാവുമല്ലോ. ഇതാണോ 1-2 ചാപ്റ്റർ ഒക്കെ കാണുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എക്സാമിന് ഇനി എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ സമയത്തേക്ക് പഠിക്കാൻ വെക്കരുത്. ഇപ്പോഴേ തന്നെ പഠിച്ചു പോവാൻ. കാര്യം 3rd ഉം 4th ചാപ്റ്റേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രിവാലൻസ് എന്താന്ന് പറഞ്ഞു, ഇൻസിഡൻസ് എന്താന്ന് പറഞ്ഞു. അതിന്റെ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഓർ കണ്ടീഷൻസ് പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ ഗിവൺ ടൈം അല്ലെ. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസസ് ഓർ കണ്ടീഷൻ അങ്ങനെ എടുത്തു പറയുന്നുണ്ട് അല്ലെ. പുതിയ രോഗങ്ങള് അല്ലെ, ന്യൂ കേസസ് ഓഫ് ഡിസീസസ് ഓർ കണ്ടീഷൻ പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ ഗിവൺ ടൈം, അതാണ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇൻസിഡൻസില് ഇതൊക്കെ പറഞ്ഞു. 3 key elements ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് 2 മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസസ് ആണ് അല്ലെ. ഇൻസിഡൻസസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഉള്ളത് കേട്ടോ. നമുക്ക് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസസ്. ഇനി 2 ടൈപ്പ് ഇൻസിഡൻസസ് ഉണ്ട്. ജസ്റ്റ് പേര് മാത്രം അവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? ഒന്ന് വന്നിട്ട് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, രണ്ടാമത്തത് ഇൻസിഡൻസ് റേറ്റ് അഥവാ മറ്റൊരു പേരെന്താണ്? ഇൻസിഡൻസ് ഡെൻസിറ്റി എന്നും പറയും. 2 പേരും പഠിച്ചു വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് 2 ടൈപ്പ്. നമ്മൾ പ്രിവാലൻസ് 3 ടൈപ്പ് പഠിച്ചില്ലേ? പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞില്ലേ? എന്നതുപോലെ ഇൻസിഡൻസ് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ക്യുമുലേറ്റീവ് ഇൻസിഡൻസും മറ്റൊന്ന് ഇൻസിഡൻസ് റേറ്റ് അഥവാ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്നും പറയും. അപ്പോ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്താണെന്ന് ചോദിക്കൊന്നുമില്ല, പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ജനസംഖ്യയിൽ, ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. അതായത് ഒരു ജനസംഖ്യയില് ഒരു പുതിയ രോഗമോ രോഗാവസ്ഥയോ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തികളുടെ മുഴുവൻ ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്.
ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കാം. ഒരു ജനസംഖ്യയില് ഒരു പോപ്പുലേഷൻ ഒരു ജനസംഖ്യയില് ഒരു പുതിയ രോഗമോ രോഗാവസ്ഥയോ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തികളുടെ മുഴുവൻ ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നതാണിത് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് മെഷേഴ്സ് ദ പ്രപ്പോർഷൻ ആണ് അവിടെ അളക്കുന്നത്. അനുപാതം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അളവ്. അനുപാതമാണ് അവിടെ മെഷർ ചെയ്യുന്നത്. പ്രപ്പോർഷൻ ആണ് കേട്ടോ അവിടെ മെഷർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ജനസംഖ്യയിൽ നിന്നാണ് പറഞ്ഞത്. അല്ല ടൈമിനെ പറ്റി ഞാൻ അവിടെ പരിഗണിച്ചോ? ടൈമിനെ പറ്റി ഞാൻ പറഞ്ഞോ? ഇല്ല. എന്ന് പറഞ്ഞാല് ഒരിക്കലും ആ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലയളവ് ടൈമിനെ നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല. എവിടെ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസിനുണ്ട്. അപ്പൊ നിങ്ങള് എങ്ങനെ മനസ്സിലാണെന്ന് വെച്ചാൽ അങ്ങനെ മലയാളത്തിലൂടെ വെറുതെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അതെന്താന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജനസംഖ്യയില് ഒരു പുതിയ രോഗമോ രോഗാവസ്ഥയോ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തികളുടെ മുഴുവൻ ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ പ്രപ്പോർഷൻ അനുപാതമാണ് അവിടെ മെഷർ ചെയ്യുന്നത്. പിന്നെ എന്തിനെ കണക്കിലെടുക്കുന്നില്ല? ടൈമിന് അവിടെ കണക്കിലെടുക്കുന്നില്ല. ആ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു കാലയളവിനെ ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. ഇനി രണ്ടാമത്തെ എന്താണ് പറഞ്ഞത്? ഇൻസിഡൻസ് റേറ്റ് അഥവാ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞത്. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരക്കാണ്. റേറ്റ് എന്ന് കേട്ടോ അവിടെ എന്ത് കൺസിഡർ ചെയ്യും? ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? റേറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു പുതിയ രോഗമോ രോഗാവസ്ഥയോ അത്തരം രോഗസാധ്യത അല്ലെങ്കിൽ രോഗസംഭവങ്ങളുടെ അത്തരം രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിന്റെ അത്തരം സംഭവങ്ങളുടെ നിരക്കിനെയാണ് അവിടെ അളക്കുന്നത്. നിരക്ക്, പ്രപ്പോർഷനല്ല, നിരക്ക്. ക്ലിയർ ആയോ? അതായത് ഒരു പുതിയ രോഗമോ രോഗാവസ്ഥകളോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതിന്റെ നിരക്കിനെയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ആ രോഗസാധ്യതയ്ക്കുള്ള കാലയളവ്, ആ ഒരു സമയത്തിന് നമ്മളവിടെ പരിഗണിക്കുന്നുണ്ട്. അതാണ് ഇത് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് മെഷേഴ്സ് ദ പ്രപ്പോർഷൻ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ആണ്. അത് പ്രപ്പോർഷൻ ആണ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം. അവിടെ ടൈമിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മെഷേഴ്സ് ദ റേറ്റ് ആണ്. റേറ്റ് അറ്റ് വിച്ച് ദ ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഹാപ്പൻ ഇൻ എ പോപ്പുലേഷൻ. റേറ്റ് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അവിടെ ടൈമിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലെ, നിരക്ക് എന്ന് പറയുമ്പോൾ ടൈം നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ തമ്മിലുള്ള വ്യത്യാസം. ആണോ? ക്ലിയർ ആയോ? അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കൂല കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്യുമുലേറ്റീവ് ഒന്നുകൂടെ പറയണം. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു പുതിയ രോഗമോ രോഗാവസ്ഥയോ വരാൻ സാധ്യതയുള്ള വ്യക്തികളുടെ മുഴുവൻ ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് മെഷർ ചെയ്യുന്നത് പ്രപ്പോർഷൻ ആണ്, അനുപാതമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അനുപാതം. രണ്ടാമത്തത് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് നിരക്കാണ്. നിരക്ക് എന്ന് കേട്ടാൽ അവിടെ എന്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവില് ഒരു നിശ്ചിത പോപ്പുലേഷനില് പുതിയ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിന്റെ നിരക്ക്. അതാണ് എന്ത്? ഇൻസിഡൻസ് റേറ്റ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ടൈം അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു രോഗസാധ്യതയ്ക്കുള്ള ആ വ്യക്തികളുടെ മുഴുവൻ ഗ്രൂപ്പിനെയുമാണ് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? അഞ്ജലിയല്ലേ ചോദിച്ചത്? അല്ലേ അഞ്ജലിക്ക്? ഇനി അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. നമ്മൾ ഈ പഠിച്ച ഇൻസിഡൻസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. ഇതാണ് അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. അവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഹൗ ഫാർ ദ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ? ഹൗ ക്വിക്ക്ലി ആർ ദ ന്യൂ കേസസ് ആർ ഹാപ്പനിങ് എന്നാണ് അർത്ഥം. അതാണ് ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ രോഗവ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് അളക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്തിലേക്ക് പോകും? പ്രിവാലൻസിലോട്ടും. പ്രിവാലൻസ് അല്ല, നമ്മൾ പറയുന്ന ഇൻസിഡൻസിന്റെ പ്രത്യേകതയാണ്. ഇവിടെ പറയുന്ന അർത്ഥം എന്താ അറിയോ? ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഹൗ ക്വിക്ക്ലി
are the new cases are happening? എത്ര പെട്ടെന്നാണ് പുതിയ രോഗ കേസുകൾ സംഭവിക്കുന്നത് എന്നതിനുള്ള ആൻസർ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, ന്യൂ കേസസ് ഓഫ് ഡിസീസ് അല്ലേ നമ്മൾ ഇൻസിഡൻസിനകത്ത് അളക്കുന്നത്. സോ അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ക്വിക്കലി ആർ ദ ന്യൂ കേസസ് ആർ ഹാപ്പനിങ്. പുതിയ കേസസ് എത്ര പെട്ടെന്ന് സംഭവിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് നമുക്ക് ഇൻസിഡൻസിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്. ആ റിസ്ക് ഓഫ് ഡിസീസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക. എ മെഷർ ഓഫ് ദ റിസ്ക് ഓഫ് ഡിസീസ് but should be for a stipulated time period. അതായത് ഒരു നിശ്ചിത കാലയളവില് ആ ഒരു രോഗസാധ്യതയെ പറ്റിയാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് അല്ലെ. രോഗസാധ്യത കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രിവാലൻസ് ഇൻസിഡൻസ് ഒരുമിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പ്രിവാലൻസ് മെഷർ ചെയ്തത് ലോഡ് ഓഫ് ഡിസീസ് ആണെന്ന് പറഞ്ഞു, ഇൻസിഡൻസ് മെഷർ ചെയ്തത് റിസ്ക് ഓഫ് ഡിസീസ് ആണെന്ന് പറഞ്ഞു. അതാണ് അവ തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷർ ദ റിസ്ക് ഓഫ് ഡിസീസ് ആണ്, രോഗം വരാനുള്ള സാധ്യത. ഇപ്പൊ നമ്മൾ നടക്കുന്നത് പുതിയ രോഗാവസ്ഥ കേസുകളുടെ എണ്ണമാണ്. പുതിയ രോഗം എന്ന് പറഞ്ഞാൽ ആ രോഗം വരാനുള്ള സാധ്യതയെയാണ് മെഷർ ചെയ്യുന്നത് അല്ലെ. റിസ്ക് ഓഫ് ഡിസീസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതും എന്താണ്? ഒരു നിശ്ചിത കാലയളവില് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന് ആ ഒരു പുതിയ രോഗം വരാനുള്ള സാധ്യത, റിസ്കിനെയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് എൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. അപ്പൊ ഈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ എന്നുള്ളത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസ്ക് ഓഫ് ഡിസീസ് ആണ് അത് മെഷർ ചെയ്യുന്നത് ഇൻസിഡൻസ്. ഇനി ഈ റിസ്ക് ഓഫ് ഡിസീസ് നമ്മൾ എന്തിനാണ് മെഷർ ചെയ്യുന്നത്? അറ്റ് പോപ്പുലേഷൻ ലെവലിലാണ് മെഷർ ചെയ്യുന്നത്, അല്ലാതെ എന്തിലല്ല, സിംഗിൾ പേഴ്സണിലല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്. ആണോ? ഒരു പോപ്പുലേഷനിലല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലാതെ പീപ്പിൾ അറ്റ് റിസ്ക് ആണോ? ഒരു വ്യക്തിയിലോ ഒരു സിംഗിൾ ഇൻഡിവിജ്വലോ ഒരു സിംഗിൾ പേഴ്സണിലോ രോഗസാധ്യതയ്ക്കുള്ള മെഷർ ആണോ നമ്മൾ അളക്കുന്നത്? അല്ല, ഒരു പോപ്പുലേഷൻ അറ്റ് റിസ്ക് ആണ്. അതായത് ഒരു ജനസംഖ്യയില് രോഗം വരാനുള്ള റിസ്ക്, അതാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. സോ എന്താണ്? ഇറ്റ് എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് അറ്റ് ദ പോപ്പുലേഷൻ ലെവൽ, അല്ലാണ്ട് എന്തിലല്ല, നോട്ട് അറ്റ് ദ സിംഗിൾ പേഴ്സണൽ ലെവൽ അല്ലെ. ഒരു വ്യക്തിയുടെ ലെവലിലല്ല, ഒരു പോപ്പുലേഷൻ ലെവലിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിന്റെ മറ്റൊരു പോയിന്റ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചേ. പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. എന്താണ് പറയുന്നത്? പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. അതായത് നമ്മൾ ഇൻസിഡൻസിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠന വിധേയമാക്കുന്ന പോപ്പുലേഷൻ, ഓക്കെ, ആ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാല് തുടക്കത്തിലെ എന്തായിരിക്കണം? രോഗരഹിതമായിരിക്കണം, രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഒന്ന് ശ്രദ്ധിക്കാം, എന്താണ് പറഞ്ഞത്? നമ്മൾ ഇൻസിഡൻസ് അളക്കുന്നതിന്, സ്റ്റഡി ചെയ്യുന്നതിനായിട്ട് നമ്മൾ വിധേയമാക്കുന്ന ഒരു പോപ്പുലേഷൻ ലെവലിലാണല്ലോ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് പഠന വിധേയമാക്കുന്ന പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ ബിഗിനിങ്ങില് തുടക്കത്തില് എങ്ങനെയായിരിക്കണം? രോഗരഹിതമായിരിക്കണം. എന്താണ് ആ പറയുന്നതിന്റെ ലോജിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഓർ കണ്ടീഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, പുതിയ രോഗങ്ങള്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ ഓൾറെഡി രോഗമുണ്ടായ ഒരു പോപ്പുലേഷനിലാണ് നമ്മൾ ഈ കണക്ക് നോക്കുന്നതെങ്കിൽ നമുക്ക് പുതിയ രോഗം ഉണ്ടാകുന്ന കേസുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലെ? ഓൾറെഡി എന്താണ് രോഗം ഉള്ള ഒരു പോപ്പുലേഷനിലാണ് നമ്മൾ ഈ പഠനം നടത്തുന്നതെങ്കിൽ അതിന് പുതിയ രോഗം ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം ഓൾറെഡി രോഗമുള്ള പോപ്പുലേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അതേസമയം നമ്മൾ രോഗമൊന്നുമില്ലാത്തൊരു പോപ്പുലേഷൻ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിലാണെങ്കിൽ നമുക്ക് ന്യൂ കേസസ് ഓഫ് ഡിസീസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ആ ഒരു ലോജിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. കാര്യം ഇൻസിഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഓർ കണ്ടീഷൻ, പുതിയ രോഗം ഉണ്ടാവുന്നതിന്റെ അളവാണ്. അപ്പൊ ഓൾറെഡി രോഗമുള്ള പോപ്പുലേഷൻ എടുത്ത് അത് ശരിയാവുമോ? ഇത് ശരിയാവില്ല. ഫ്രഷ് ആയിട്ടുള്ള പോപ്പുലേഷൻ എടുക്കണം അല്ലെ. രോഗമൊന്നും ഇല്ലാത്ത പോപ്പുലേഷനിലാണെങ്കിൽ നമുക്ക് ന്യൂ കേസസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പോഴാണ് നമുക്കത് ശരിയാവുള്ളൂ. കണക്ക് അവിടെ കറക്റ്റ് ആവുന്നത് അപ്പോഴാണ് അല്ലെ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്രയുമാണ് ഇൻസിഡൻസിന്റെ പ്രത്യേകത. ഒന്നാമത്തെ പോയിന്റ് എന്താണ്?
ഇൻസിഡൻസ് എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണ്, ഹൗ ഫാസ്റ്റ് ദ കണ്ടീഷൻ ഈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് എത്ര പെട്ടെന്നാണ് പുതിയ കേസുകൾ സംഭവിക്കുന്നത് എന്നതിനുള്ള ഉത്തരം നമുക്ക് അതിലൂടെ കണ്ടെത്താൻ പറ്റുന്നു. പിന്നെ ഇൻസിഡൻസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് റിസ്ക് ഓഫ് ഡിസീസ് ആണ് അറ്റ് പോപ്പുലേഷൻ, അല്ലെ? ഒരു നിശ്ചിത കാലയളവില് ഒരു നിശ്ചിത പോപ്പുലേഷനിൽ ആ പുതിയൊരു രോഗം ഉണ്ടാകാനുള്ള റിസ്ക്, സാധ്യതയെയാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, നമ്മൾ റിസ്ക് ഓഫ് ഡിസീസ് അളക്കുന്നത് അറ്റ് പോപ്പുലേഷൻ ലെവലിലാണ്, എന്തിലല്ല, നോട്ട് അറ്റ് എ സിംഗിൾ പേഴ്സൺ അറ്റ് റിസ്ക്, ഒരു വ്യക്തിയിലല്ല നമ്മൾ അളക്കുന്നത്, പകരം ഒരു പോപ്പുലേഷൻ ലെവലിലാണ് അളക്കുന്നത്. നാലാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻസിഡൻസിനെ പഠന വിധേയമാക്കുന്ന പോപ്പുലേഷൻ, നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോപ്പുലേഷൻ ബിഗിനിങ്ങിന്, തുടക്കത്തിൽ എങ്ങനെയായിരിക്കണം, രോഗരഹിതമായിരിക്കണം, അതായത് ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഇൻസിഡൻസിന്റെ പ്രത്യേകത. ഓക്കെ ആണോ? മനസ്സിലായോ? പോയിന്റുകൾ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂസ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഈ ഇൻസിഡൻസിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇങ്ങനെ ഇൻസിഡൻസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉപകാരം അല്ലെങ്കിൽ എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്ക് അതിലൂടെ ഉള്ളത് കേട്ടോ. നോക്ക, യൂസ് ആണ് പറയുന്നത്. 4 പോയിന്റ് ആണുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എക്സ്പ്ലെയിൻസ് ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇൻസിഡൻസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന റിസ്ക് ഓഫ് ഡിസീസ് ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ ഒരു നിശ്ചിത കാലയളവില് ഒരു പോപ്പുലേഷനില് ആ ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യത, അതിന്റെ റിസ്കിനെയാണ് നമ്മൾ അവിടെ വിശദമാക്കുന്നത്. ഓക്കെ, റിസ്ക് നമുക്ക് അറിയാൻ പറ്റും. ഒരു കോവിഡ് ആണെങ്കിൽ ഒരു പുതിയ രോഗം വന്നുകൊണ്ടിരിക്കട്ടെ, ഇപ്പൊ നിപ്പ എന്ന് പറയുന്ന ഒരു പുതിയ രോഗം വന്നു, ആ രോഗത്തിന് എത്രത്തോളം സാധ്യതയുണ്ട്, ആ പോപ്പുലേഷൻ ആ രോഗം വരാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? അതാണ് നമ്മൾ ഇൻസിഡൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്, യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്സ്. അപ്പോ നമുക്ക് ഒരു രോഗം വരാനുള്ള റിസ്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് ആ സാധ്യത ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്, ഇന്ന ആ രോഗം ഇത്ര വ്യാപിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? അതാണ് അവിടെ പറയുന്നത്, യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്. കോമ്പാക്ട് എന്ന് വെച്ചാൽ ചെറുക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രതിരോധിക്കുക, ചെറുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോ നമുക്ക് ഇത്തരം പ്രതിരോധ നടപടികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതപ്പോ ഇങ്ങനെയുള്ള ഇവന്റ്സുകള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധ്യതകളെ പ്രിവെന്റ് ചെയ്യാൻ, ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എല്ലാ റിസോഴ്സസിനെയും പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. രോഗസാധ്യത മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ തടയാനുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കാൻ അതിനുള്ള എല്ലാ റിസോഴ്സസും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more population. നമുക്ക് 2 or അതിൽ കൂടുതലോ പോപ്പുലേഷൻസിനിടയിൽ ഈ ഒരു രോഗസാധ്യതയിലെ എന്താണ് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇങ്ങനെ ഓരോ പോപ്പുലേഷൻ യൂണിറ്റിലല്ലേ ഇത് പഠനം നടത്തുന്നത്. ഇപ്പൊ 10,000 ആളുകൾ അടങ്ങുന്ന ഒരു പോപ്പുലേഷൻ യൂണിറ്റില് നമ്മളൊരു ഇൻസിഡൻസ് ഓഫ് കോവിഡ് ആണ് മെഷർ ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഒരു സെറ്റ് പോപ്പുലേഷൻ എടുക്കുകയാണ്, അതിലും ഒരു 10,000 ആളുകളുണ്ട്, രണ്ടാമത്തെ സെറ്റാണ്. അതിലും നമ്മൾ ഇൻസിഡൻസ് ഓഫ് കോവിഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. മൂന്നാമത്തെ ഒരു സെറ്റ് എടുക്കുകയാണ്, അതിലും ഒരു 10,000 ആളുകളുണ്ട്, അതിനകത്ത് നമ്മൾ ഇൻസിഡൻസ് ഓഫ് കോവിഡ് നമ്മൾ മെഷർ ചെയ്യാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 3 പോപ്പുലേഷൻ യൂണിറ്റുകളിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റില്ലേ? ചിലപ്പോൾ രണ്ടാമത്തേലായിരിക്കും കൂടുതൽ കോവിഡിനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ 2 or അതിൽ കൂടുതലോ പോപ്പുലേഷൻസിനിടയിൽ ഈ ഒരു രോഗസാധ്യതയെ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഈ പറഞ്ഞ 3 ഏറ്റവും കൂടുതൽ കോവിഡിന് സാധ്യതയുള്ള എന്താ പോപ്പുലേഷൻ ഏതാണെന്നുള്ളത്, അത് 2 ആണോ 3 ആണോ 1 ആണോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, as the incidence rates are influenced by any factor and detect the risk factors. അപ്പൊ ഇൻസിഡൻസിലൂടെ നമുക്ക് എന്തും കൂടെ അറിയാൻ പറ്റും അറിയാമോ? റിസ്ക് ഫാക്ടേഴ്സ് കൂടെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളവിടെ റിസ്ക് ഓഫ് ഡിസീസ് ആണല്ലോ കണ്ടുപിടിക്കുന്നത്, അല്ലെ? ന്യൂ കേസസ് കണ്ടുപിടിക്കുന്നതിലൂടെ നമ്മൾ ആ രോഗസാധ്യതയെയാണ് മെഷർ ചെയ്യുന്നത്.
അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു ഇൻസിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ അസുഖം അവിടെ പ്രത്യക്ഷപ്പെട്ടത്, അതിന്റെ കാരണം എന്താണ് എന്നുള്ളത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സുകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇൻസിഡൻസിന്റെ യൂസ്. ഒന്നെന്താണ്, നമുക്ക് റിസ്ക് ഓഫ് ഡിസീസ് വിശദമാക്കാൻ പറ്റും. അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി എല്ലാ റിസോഴ്സിനെയും നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടോ അതിൽ കൂടുതലോ പോപ്പുലേഷൻസുകൾക്കിടയിലുള്ള ആ ഒരു രോഗസാധ്യതയെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതോടൊപ്പം ആ ഇൻസിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഇൻസിഡൻസിന്റെ എന്തായിട്ട് ഈ പറയുന്ന ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇൻസിഡൻസിന്റെ പ്രാധാന്യം ഒരേ ഇത് തന്നെയാണ്, യൂസ്ഫുൾനെസ് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഇതിൽ പറയുന്ന പോയിന്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എന്തിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഇൻ പാത്തോജെനിസിസ്. എന്താണ് പാത്തോജെനിസിസ്? എന്താണ് ഈ പാത്തോജെനിസിസ്? പാത്തോജൻ എന്ന് പറഞ്ഞാൽ രോഗാണു ആണെന്നും അല്ലെ, പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗത്തെ കുറിച്ചുള്ള പഠനമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പാത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രഷൻ ആണ് അല്ലെ, പ്രോഗ്രഷൻ ഓഫ് ഡിസീസസ് ആണ് അല്ലെ ഈ പറയുന്ന രോഗം ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ ആ രോഗം വ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പാത്തോജെനിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പറയുന്ന പാത്തോജെനിസിസില് ഈ ഇൻസിഡൻസ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ആ രോഗ സാധ്യത അല്ലെ, ആ ഒരു പർട്ടിക്കുലർ രോഗം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, എങ്ങനെ അത് വ്യാപിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഇൻസിഡൻസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ പാത്തോജെനിസിസ്. പാത്തോജെനിസിസിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? ടു ഫൈൻഡ് ദ ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ. To find the disease distribution, ആ രോഗവ്യാപനം, ആ രോഗത്തിന്റെ ആ ഒരു പെർട്ടിക്കുലർ രോഗം എത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ട്, എത്രത്തോളം ആ രോഗം അവിടെ വ്യാപിക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്? ടു കൺട്രോൾ ഡിസീസ്. രോഗസാധ്യത മുന്നിൽ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാം. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു കൺട്രോൾ ദ ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനും ഇൻസിഡൻസ് വളരെയധികം സഹായിക്കും. ഇൻസിഡൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? ഇൻ റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്. റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൺട്രോളിനുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ചികിത്സകളിലും അതുപോലെ രോഗത്തിന് റീസ്ട്രെയിൻ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഈ പറയുന്ന ഇൻസിഡൻസ് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നമുക്ക് എന്ത് സഹായകരമാണ്? ഈ പറയുന്ന ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ആരോഗ്യ നയങ്ങൾ, കാര്യം നമുക്ക് രോഗസാധ്യത അറിഞ്ഞു കഴിഞ്ഞാല്, ഓരോ പോപ്പുലേഷനിലുള്ള രോഗസാധ്യത അറിഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ള ഹെൽത്ത് പോളിസികൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എവിടെയൊക്കെ അതിന് ഹെൽപ്ഫുൾ ആണ്? പാത്തോജെനിസിസിൽ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ടു ഫൈൻഡ് ദ ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ സഹായകരമാണ്. ടു കൺട്രോൾ ദ ഡിസീസ്, ഇൻ റിസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ് ആൻഡ് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓവർവ്യൂവിന്റെ മെയിൻ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചാലഞ്ചസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനിക്കും. അപ്പൊ നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടോ. അതിന്റെ കുറെ പ്രിൻസിപ്പിളിലൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. പ്രിൻസിപ്പിൾ കുറച്ചധികം ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ്സ് കുറെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറെ എന്താ പറയുക, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സുകളാണ് പഠിച്ചത്. ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഹെൽത്ത് ഇൻഡിക്കേറ്ററുകളിൽ കുറെ എണ്ണം നമ്മുടെ ഡെത്ത് റേറ്റ് എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, പ്രിവാലൻസ്, ഇൻസിഡൻസ് അല്ലെ, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സുകളൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്? ചാലഞ്ചസ് ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
ഓക്കെ, ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന സംഭവം വേറൊന്നുമില്ല. ഇവിടെ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമുണ്ട്. നമുക്കൊന്ന് നോക്കട്ടെ. ചാലഞ്ചസ് ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ മൊത്തത്തില് നമ്മൾ ഈ പഠിച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അവർക്ക് അതായത് നമ്മുടെ നിലവിൽ ഇന്നത്തെ നമ്മുടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസുകൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാര്യത്താണ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് പേജിലാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പോയിന്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വായിക്കാതെ. The technological progress in the field of medical sciences have overturned our social, economic and political policies and have provided the clinicians with the newly discovered aids for the diagnosis and the treating illnesses. എന്താണ് അവിടെ പറയുന്നത്? അതായത് നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖല ഒരുപാട് വികസിച്ചു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അല്ലെ നമ്മുടെ ഹെൽത്ത് ഫീൽഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആധുനികമായിട്ടുള്ള ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിലുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതായത് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വികസിച്ചു അല്ലെ. അപ്പൊ നമുക്കറിയാം നല്ല നല്ല പുതിയ പുതിയ ടെക്നോളജികളും മെഷീനറികളും എക്യുപ്മെന്റുകളും ഒക്കെ ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും ഈവൻ നമ്മുടെ പൊളിറ്റിക്കൽ പോളിസികൾ വരെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല provided the clinicians with the newly discovered aids for diagnosis and treating illness. അതായത് നമ്മളിപ്പോ ഡോക്ടേഴ്സിനാണെങ്കിൽ ഇപ്പൊ രോഗനിർണയത്തിനാണെങ്കിലും അതുപോലെ രോഗത്തിന് ചികിത്സയ്ക്കാണെങ്കിലും പുതിയ പുതിയ ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ അറിയാലോ, നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സിന് അവരുടെ പണി കുറച്ചുകൂടി ഈസിയാണ് അല്ലെ. കാര്യം അവർക്ക് രോഗം ഡയഗ്നൈസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ രോഗത്തെ ചികിത്സിക്കാനാണെങ്കിലും ഇന്നിപ്പോ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഡിമാൻഡ് ഫ്രം ദ ക്ലിനിഷ്യൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി to provide newly discovered technological capabilities in the hospital and health service system. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലിനിഷ്യൻസ്, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മളെ പോലുള്ള ആളുകളാണെങ്കിൽ കൂടിയും ഈ പറയുന്ന പുതിയ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളതെല്ലാം ആഗ്രഹിക്കാം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു രോഗം വന്ന രോഗം എന്താണെന്ന് ജസ്റ്റ് ഡയഗ്നൈസ് ചെയ്യണം. അപ്പൊ കൂടുതൽ എന്താണ് അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് പോകാനും അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലെ. അങ്ങനെയല്ലേ, അങ്ങനെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇത്തരത്തിലുള്ള എന്താണ് ആ ഒരു ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസിനെ കൂടുതൽ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ്സ് റൈസ് ഇൻ മെഡിക്കൽ കോസ്റ്റ് ഈസ് ഇൻഡ്യൂട്ടബിൾ ടു ഹൈ ടെക്നോളജി മെഡിസിൻ, എസ്പെഷ്യലി ഡയഗ്നോസ്റ്റിക് ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇവര് പറയുന്നത് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഡയഗ്നോസ്റ്റിക് അതുപോലെ സർജിക്കൽ പ്രൊസീജിയറിലൊക്കെ ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്തിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്? ചികിത്സാ ചെലവുകളും കൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? നമ്മൾ ടെക്നോളജി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അതുപയോഗിച്ച് സേവനങ്ങൾ കൊടുക്കുമ്പോൾ എന്തും വർദ്ധിക്കും, ചികിത്സാ ചെലവ് കൂടും അല്ലെ. സാധാരണ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് വരും. അതൊരു വലിയ ചാലഞ്ച് അല്ലേ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാര്യം ചികിത്സാ ചെലവ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കൂടി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ചികിത്സാ ചെലവ് കൂടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ഹെൽത്ത് സർവീസസ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസബിൾ ആക്കാനായിട്ട് പറ്റില്ല. കഴിവുള്ളവർക്ക് കുഴപ്പമില്ല, കഴിവില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതൊരു വെല്ലുവിളിയല്ലേ, അതൊരു ചാലഞ്ച് അല്ലേ. പിന്നെന്താണ് പറയുന്നത്, മറ്റൊരു ചാലഞ്ച് പറയുന്നത് നോക്കിയേ. In spite of the high cost, the commercial firms and corporate bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. അപ്പൊ കാര്യം ചെലവ് കൂടുതലാണ്, പക്ഷെ വലിയ വലിയ കമേഴ്സ്യൽ ഫേംസ്, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെയുള്ള മെഡിക്കൽ സാങ്കേതിക വിദ്യകളിൽ അവർ കൂടുതൽ നിക്ഷേപം നടത്തുന്നുണ്ട്.
ചിലപ്പോൾ കൂടുതലാണ്, പക്ഷെ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികള് അല്ലെങ്കിൽ ഈ പറയുന്ന കമേഴ്സ്യൽ ഫേംസുകളൊക്കെ ഇത്തരം മെഡിക്കൽ സാങ്കേതിക വിദ്യയിൽ അവർ എന്ത് ചെയ്യുന്നു, നിക്ഷേപം നടത്തുന്നുണ്ട്. അങ്ങനെ നിക്ഷേപം നടത്തുന്നുണ്ട്, അവർക്ക് അതിലൂടെ എന്ത് ലഭിക്കുന്നുണ്ട്, റവന്യൂ ലഭിക്കുന്നുണ്ട്, വരുമാനം ലഭിക്കുന്നുണ്ട്. എവിടെ? പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾക്ക് അതിലൂടെ വരുമാനം ലഭിക്കും. അപ്പോ this proves the growing level of the healthcare awareness among the people and the utilization of such services by the people from the private sector. അപ്പോ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഈ നൂതന സാങ്കേതിക വിദ്യകൾക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താ ഉദ്ദേശിക്കുന്നത്? ആളുകൾ കൂടുതൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ല, ആളുകൾ കൂടുതൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, അത്തരം സേവനങ്ങൾ ലഭിക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാൻ തുടങ്ങും. പ്രൈവറ്റ് സെക്ടറിലാണ്, പ്രൈവറ്റ് ആളുകൾക്കാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്. അപ്പൊ പ്രൈവറ്റ് സെക്ടറിലേക്ക് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, പോകും. അങ്ങനെ പോകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ പോകാൻ പറ്റിയില്ല അല്ലെ? അത്യാവശ്യം കഴിവുള്ള ആളുകൾക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റുള്ളൂ. സാധാരണക്കാർ എപ്പോഴും എന്തിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇനി നോക്കുക, ഇറ്റ് ഷോസ് ദാറ്റ് there is increasingly more and more supremacy by consumer rather than providers or procedures in the medical practice. അപ്പൊ ഈ ഒരു ട്രെൻഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർക്ക് സുപ്രീമസി കൂടുതലാണ്? കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ പറഞ്ഞ പേഷ്യൻസ് ആണ്. പേഷ്യൻസിനാണ് അവിടെ കൂടുതൽ പവർ വരുന്നത്. കാര്യം അവരുടെ നീഡ്സ്, അവരുടെ റിക്വയർമെന്റ്സിനാണ് കൂടുതൽ അവിടെ പ്രാധാന്യം വരുന്നത്. അവർ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടുതൽ മെഡിക്കൽ ടെക്നോളജിയിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവര് കുറേ കൂടെ പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള രീതിയിലോട്ട് നമ്മളുടെ ആരോഗ്യ മേഖല മാറും. അതൊരു പരിധി വരെ നല്ലതാണ്, പേഷ്യന്റ് സെൻട്രിക് ആയിട്ട് പെരുമാറണം. അങ്ങനെ പേഷ്യൻസിന്റെ നീഡ്സും അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അവർക്കാണ് കൂടുതൽ സുപ്രീമസി വരുന്നത്. ആരെക്കാളും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനേക്കാളും മറ്റു പ്രൊസീജിയറിനേക്കാളും കൂടുതൽ പവർ ആർക്ക് വരുന്നുണ്ട്? പേഷ്യൻസിന് വരുന്നുണ്ട്. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ റെപ്ചേർഡ് സർവീസസ് ഇൻ വൺ ഡിസിപ്ലിൻ or other rather than a holistic institution of health care with a multidisciplinary medical team like IEMT, general surgery, etc., resulting into a profit-oriented business establishment. വേറൊന്നുമല്ല പറയുന്നത്, നമ്മുടെ ഹോസ്പിറ്റലുകളാണെങ്കിലും കുറെ കൂടെ ഒരു എന്താ പറയാ, വൺ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു മേഖലയിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകള്, അല്ലെങ്കിൽ നെഫ്രോളജി സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒരു പ്രത്യേക ഡിസിപ്ലിൻ, ഒരു ഒറ്റ ഡിസിപ്ലിനിലേക്ക് മാത്രം ഹെൽത്ത് കെയർ ചുരുങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ആളുകളുടെ ഡിമാൻഡ്, ഇപ്പൊ നമ്മുടെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ പോപ്പുലേഷനിൽ കൂടുതൽ ഹൃദ്രോഗികളാണെന്ന് വിചാരിക്കുക. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന ആളുകളും ആണ് മൊത്തത്തിൽ കൂടുതൽ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹൃദ്രോഗത്തിന് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഹോസ്പിറ്റലിൽ തുടങ്ങും. കാര്യം അതാണ് ലാഭകരം. കാര്യം കൂടുതൽ ആളുകൾക്കും അസുഖം വരുന്ന ഹൃദ്രോഗമാണ്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കാർഡിയോളജി സംബന്ധമായിട്ടുള്ള കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ തുടങ്ങും. മറ്റുള്ള സ്പെഷ്യലൈസേഷനുള്ള പരിമിതി കൊടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്, പല ഡിസിപ്ലിൻസ് വെച്ചാൽ പല സ്പെഷ്യാലിറ്റികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഒറ്റ സ്പെഷ്യാലിറ്റിയിലേക്ക് ആളുകൾ ഹെൽത്ത് സർവീസസ് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? പേഷ്യൻസിന്റെ ഡിമാൻഡ് കൊണ്ടാണ്, പേഷ്യൻസ് സെൻട്രിക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇതിലേക്ക് നയിക്കും ദാറ്റ് റിസൾട്ടിങ് ടു ബി പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്. കൂടുതലും ഒരു ലാഭകരമായിട്ടുള്ള രീതിയിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് എന്ത് മാറും, ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ മാറാനായിട്ട് തുടങ്ങും. ഓക്കെ അല്ലെ? ബിസിനസ് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അതൊരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കാം. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസ് മാറുന്നുണ്ട്. ഓക്കെ, മാറുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന ഒരു ചാലഞ്ച് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ തുടക്കം നമ്മൾ കുറെ പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ കുറെ പ്രിൻസിപ്പിളിനകത്ത് ഒരു കാര്യം നമ്മൾ പറയുന്നില്ലേ, ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസിബിൾ ആകണം, എല്ലാവർക്കും അവൈലബിൾ ആകണം, അവിടെ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി സർവീസ് കൊടുക്കണം എന്നത് അതിന്റെ പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ ആ ഒരു പ്രിൻസിപ്പിളെ നിങ്ങൾക്ക് വരുമ്പോൾ നടപ്പാക്കാൻ പറ്റും? ഒരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. കാരണം അവിടെ വലിയൊരു ഡിസ്പാരിറ്റി വരും. ഓക്കെ, ക്ലിയർ ആയോ?
വേറെ പോയിന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ ചാലഞ്ചസുകളും കാര്യങ്ങളും. നാളെ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം കേട്ടോ. ഓരോ ചാലഞ്ചസുകള് നമ്മൾ അവിടെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ്, അതുപോലെ ഇന്റേണൽ ചാലഞ്ചസ്, എക്സ്റ്റേണൽ ചാലഞ്ചസ്. ആ പോയിന്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഒന്നാമത്തെ നോക്കാം. പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ്, അതായത് പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചാലഞ്ചസുകൾ വരും? ഒന്ന് ക്വാളിറ്റി കെയർ. കാര്യം എന്താണ്? ആ പേഷ്യൻസിന് ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണം, അല്ലെ? കൊടുത്തേ മതിയാവും. ഇതൊരു ചാലഞ്ചാണ് ശരിക്കും, അല്ലെ? ബുദ്ധിമുട്ടാണെന്നല്ല പറയുന്നത്. അങ്ങനെ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? ഓക്കെ, അപ്പൊ പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാലഞ്ചസ് എന്താണെന്ന് ക്വാളിറ്റി കെയർ, അല്ലെ? പേഷ്യന്റിന് നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എത്ര ക്വാളിറ്റി കെയർ കൊടുത്താൽ മാത്രം പോരാ, പേഷ്യന്റിന്റെ സംതൃപ്തി നമ്മൾ അവിടെ ഉറപ്പുവരുത്തണം, അല്ലെ? ഓക്കെ, പിന്നെന്താണ്? ന്യൂ ടെക്നോളജി. പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം അവർക്ക് സർവീസസുകൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെന്താണ്? സർവീസ് എക്സ്പാൻഷൻ, അല്ലെ? സർവീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സേവനങ്ങൾ കുറെ കൂടെ എന്താക്കേണ്ടി വരും? വിപുലമാക്കേണ്ടതായിട്ട് വരും, അല്ലെ? ഒരു പേഷ്യൻസ് നമുക്കറിയാം ഒരുപാട് രോഗികൾ ഉണ്ടാവുകയാണ്. അപ്പൊ രോഗികൾ ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ സേവനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വിപുലമാക്കേണ്ടതായിട്ട് വരും, അല്ലെ? വിപുലമാക്കേണ്ടതായിട്ട് വരും. കാരണം പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട് പലവിധ ആളുകളാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളെ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, വിപുലമാക്കേണ്ടതായിട്ട് വരും. പിന്നെന്താണ്? ഓവർ ക്രൗഡിങ്. മെയിൻറ്റെയിൻ ഓവർ ക്രൗഡിങ്. അപ്പൊ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ഓവർ ക്രൗഡിങ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമ്മൾ എന്താണ്? ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചുകളാണ്. എന്തൊക്കെയാണ്? ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ ആൻഡ് ഓവർ ക്രൗഡിങ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പോയിന്റുകള്? നെക്സ്റ്റ് വരുന്നതാണ് ഇന്റേണൽ ചാലഞ്ചസ് കേട്ടോ. ഇന്റേണൽ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ടീമിന്റെ ഉള്ളില്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മെഡിക്കൽ സ്റ്റാഫിന്റെ ഉള്ളിലോ ആവാം, ഇങ്ങനെ വേണമെങ്കിലും ആവാം, അല്ലെ? അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്? അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ അകത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ടീമിന്റെ ഉള്ളിൽ നിന്നോ അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്ന ചാലഞ്ചസ്, അതാണ് ഇന്റേണൽ ചാലഞ്ചസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ചാലഞ്ചസുകളാണ് വരിക? ഒന്ന് ക്വാളിറ്റി മാനേജ്മെന്റ്, അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനകത്ത് നിന്ന് വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ അകത്തായാലും നമ്മൾ കൊടുക്കുന്ന സർവീസുകളില് നമുക്ക് എന്ത് മാനേജ് ചെയ്യേണ്ടി വരും? ക്വാളിറ്റി മാനേജ് ചെയ്ത്, അല്ലെ? അതായത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് പരിചരണങ്ങൾ കൊടുക്കണം, അല്ലെ? അതുപോലെ ക്വാളിറ്റി മാനേജ്മെന്റ് അവിടെ ഉറപ്പാക്കണം. അവിടെ നിന്ന് കൊടുക്കുന്ന എക്യുപ്മെന്റ്സിലായിക്കോട്ടെ, അവിടെ കൊടുക്കുന്ന സേവനങ്ങളിലായിക്കോട്ടെ, അവിടെ എന്താണ് നടപ്പിലാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എല്ലാത്തിലും എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മാനേജ് ചെയ്തിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ്. പിന്നെന്താണ്? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയാൻ ചെലവ് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും, അല്ലെ? ചെലവുകൾ വരും, ധാരാളം എക്സ്പെൻസുകൾ വരും, അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വരും, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ വരും, ഇല്ലേ? സാമ്പത്തികമായിട്ടുള്ള ഓർഗനൈസേഷൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇതൊക്കെ ചാലഞ്ചസ് ആണ്, അല്ലെ? ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വരാം. പിന്നെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, അല്ലെ? ലീഡർഷിപ്പ് മോട്ടിവേഷൻ ഒരു ഇന്റേണൽ ചാലഞ്ച് ആണ്. കാര്യം ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോ അവിടുത്തെ ഓരോ മെഡിക്കൽ സ്റ്റാഫുകൾക്കും മുന്നില് ഒരു ലീഡർഷിപ്പ് മോട്ടിവേഷൻ നടത്തണം, അല്ലെ? അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു എന്താ പറയാ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണം, അല്ലെ? മോട്ടിവേറ്റഡ് ആക്കിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരുടെ ഉയർത്തിക്കൊണ്ട് വരണം. പിന്നെന്താണ്?
മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള എന്താ പറയാ IT സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെയാണ്. ഇന്നത്തെ എല്ലാം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ്. അത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഇപ്പൊ നമ്മൾ ഒരു ഏരിയയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലേ? ഒന്നിനെ ഒന്ന് മെച്ചം എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ ഒരേ ലൊക്കാലിറ്റിയിൽ തന്നെ വരാറുണ്ട്. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല. അപ്പൊ ആ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റില് ആ ഒരു ട്രെൻഡ് അനുസരിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ചാലഞ്ചസ് ഉണ്ട്. ഇല്ല, ഓരോ ഹോസ്പിറ്റലുകൾ എന്തെങ്കിലും പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ സർവീസുകളും സേവനങ്ങളും ഒക്കെ അവർ കൊടുക്കുന്നത്. റെപ്യൂട്ടേഷന് ബാധിക്കരുതല്ലോ. അതുകൊണ്ട് അപ്പൊ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അത് മീൻസ് ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതും ഒരു ചാലഞ്ചാണ്. ഓക്കെ, പിന്നെ വരുന്നത് പവർ ക്രൈസ് ആണ്. പവർ ക്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്കിടയിൽ തന്നെ ഒരു എന്ത് പറയും ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം വരും, ഒരു ക്രൈസ് ഒക്കെ വരാം. നമ്മളൊരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ മുമ്പിൽ നിന്ന് ചെയ്യണം, അല്ലെങ്കിൽ അവരെ അതോറിറ്റി ആക്കി നിർത്തണം. ഒരു പവറിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള പവർ ക്രൈസ് വന്നു കഴിഞ്ഞാലും അതും ഒരു ചാലഞ്ചാണ്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിനകത്ത് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ടീമിനകത്തുള്ള അങ്ങനെയുള്ള പവർ ക്രൈസുകൾ സംഭവിക്കാം. എന്ന് വെച്ചാൽ ഓരോ ആളുകൾക്ക്, വ്യക്തികൾക്കാവും ചില ഗ്രൂപ്പുകൾക്കാവും അവർക്ക് പ്രത്യേക ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈസ്, അതൊക്കെ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം ചാലഞ്ചസുകളുണ്ട്. പിന്നെ വരുന്നത് മാൻ പവർ മാനേജ്മെന്റ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ മാൻ പവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതും ഒരു ചാലഞ്ചാണ്. കാര്യം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് പോയാലേ ആ ഓർഗനൈസേഷനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഫാക്ടറാണ് കേട്ടോ. പിന്നെ വരുന്നത് ടെക്നോളജി മാനേജ്മെന്റ്. പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതൊരു വലിയ ചാലഞ്ചാണ്. ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അങ്ങനെ ആവരുത്. കാര്യം നമുക്കറിയാം ഓരോ ഫീൽഡിലെ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരോഗ്യ മേഖലയിലാണെങ്കിലും പുതിയ പുതിയ കണ്ടെത്തലുകൾ, പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മള് പഴയതുപോലെ തന്നെ ചെയ്യുള്ളൂ, നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ, ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് ശരിയാവില്ല. പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു ഫ്ലെക്സിബിൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ചാലഞ്ച് ആയിട്ട് പറഞ്ഞ ഫിക്സഡ് ഓർഗനൈസേഷൻ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചാലഞ്ചാണ്. റിജിഡ് ആയിട്ടിരുന്നാൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടിരുന്നാൽ എന്താ പ്രശ്നം? വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് വേണം? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അവിടെ വേണ്ടത്. ഇതൊക്കെയാണ് പൊതുവെ വരുന്ന ഇന്റേണൽ ചാലഞ്ചസ്. അതായത് ആ ഒരു സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ വ്യക്തികൾക്കകത്ത് അവിടെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്കുള്ളില്, ടീമുകൾക്കുള്ളിൽ നിന്നും ഉണ്ടാകാവുന്ന ചാലഞ്ചസിനാണ് ആ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇന്റേണൽ ചാലഞ്ചസ്. അടുത്തതാണ് എക്സ്റ്റേണൽ ചാലഞ്ചസ്. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസസിന് പുറമേ നിന്ന് വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ് നോക്കി. ഫസ്റ്റ് വൺ, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. ഇതാണ് ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. നമുക്കറിയാം ഹോസ്പിറ്റലാണ്, ധാരാളം ബയോമെഡിക്കൽ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകൾ മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം
അല്ലെ. അത് പാലിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫെഡറൽ റൂളുകളുണ്ട്, സ്റ്റേറ്റ് റൂളുകളുണ്ട്, റീജിയണൽ റൂളുകൾ വരെയുണ്ട്. അതെല്ലാം തന്നെ അത്തരം ലോകള് അല്ലെങ്കിൽ അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ബയോമെഡിക്കൽ മാനേജ്മെന്റ് നടത്താനായിട്ട് അല്ലെ. ഓക്കെ, പിന്നെ വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ ആരാണ്? പേഷ്യൻസ് ആണ്. പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതെ, അതായത് പേഷ്യൻസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെയാണ് എന്ത്? റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു, പേഷ്യന്റിന്റെ അവകാശങ്ങളെ പറ്റിയിട്ട്. പേഷ്യൻസിന് അവരുടെ കാര്യങ്ങൾ, അവരുടെ വിവരങ്ങൾ അറിയുന്നതിനുള്ള അവകാശം അവർക്കുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഹോസ്പിറ്റലിനുണ്ട്. അതും ഒരു എക്സ്റ്റേണൽ ചാലഞ്ച് ആയിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് പുറമേന്ന് വരുന്ന ആളുകളാണല്ലോ. ഓക്കെ, പിന്നെന്താണ്? ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ, ഇഷ്യൂസ് ഒക്കെ, പ്രത്യേകിച്ച് മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലീഗൽ ഇഷ്യൂസുകൾ പുറമേ നിന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ എത്തിക്കൽ ഫാക്ടേഴ്സ്, എത്തിക്കൽ വാല്യൂസിനെ നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ. അത്തരം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പൊ അത്രയുമാണോ? ഇനിയുണ്ടോ? ഇനിയുണ്ട് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് പൊതുജനങ്ങളുമായിട്ടുള്ള റിലേഷൻസ്, അതും ഒരു ചാലഞ്ച് അല്ലേ. ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന പബ്ലിക്കുമായിട്ട് നല്ലൊരു എന്താ പറയാ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. എങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ നിലനിൽക്കാനായിട്ട് സാധിക്കൂ. നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ചതാണ്. പിന്നെ വരുന്നതാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളും ധാരാളം ഉണ്ടാവും അല്ലെ. എല്ലാ മേഖലയിലും എന്തുണ്ട്? രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അതിപ്പോ ആരോഗ്യ മേഖലയിൽ എന്തുണ്ടാവും? രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടാവും. എന്തിനു പറയുന്നു? കഴിഞ്ഞ നമ്മുടെ എന്താ പറയാ ന്യൂസില് നമ്മുടെ ഹാരിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ കാര്യം നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെ. നല്ലൊരു ഡോക്ടറാണ്, വളരെ എന്താ പറയാ നല്ലൊരു സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർക്ക് അവിടുത്തെ പരിമിതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രോബ്ലംസ്, രാഷ്ട്രീയമായിട്ട് എത്രത്തോളം ആ ഒരു ഡോക്ടറെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ വാർത്തയിൽ കണ്ടില്ലായിരുന്നോ? കണ്ടില്ലേ നിങ്ങള്? ഇതൊക്കെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ അത് ഏകദേശം കെട്ടടക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ ഒരു ആരോഗ്യ രാഷ്ട്രീയമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പൊതുവേ നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നേരിടേണ്ടി വരുന്ന ചാലഞ്ചസുകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ് ഇതൊക്കെയാന്ന് ഓർക്കുക. ഇന്റേണൽ ആയിട്ട് വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്. ഇത്രയാണ് ആ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്ന് വായിച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചാലഞ്ചസ്. ചാലഞ്ചസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്ത് വേണം നമുക്ക്? ഈ ചാലഞ്ചസുകളെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ അല്ലെ. എന്തൊക്കെ സ്ട്രാറ്റജീസുകളാണ് നമുക്ക് ഇത്തരം ചാലഞ്ചസിനെ നേരിടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് കേട്ടോ. ഓക്കെ, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചാലഞ്ചസ്. ഇത്തരം ചാലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അല്ലെ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അതായത് കൂടുതൽ എന്താണ് നമ്മള് ടെക്നോളജിക്ക് കൂടുതൽ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? സേവനങ്ങൾ കൊടുക്കുക അല്ലെ. അതാണ് ടെക്നോളജിക്കലി കുറെ കൂടെ അഡ്വാൻസ് ആവാനായിട്ട് ശ്രമിക്കുക അല്ലെ. അപ്പൊ കുറെയൊക്കെ ചാലഞ്ചസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ കാര്യം അത് ചെലവ് കൂടുതലാണ്, പക്ഷെ നമ്മുടെ പേഷ്യൻസ് അത് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, പേഷ്യന്റ് സെൻട്രിക് ആയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ അവരുടെ ഡിമാൻഡ് എന്താണോ അതിനെ നമ്മൾ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, നൂതന സാങ്കേതിക വിദ്യകൾ കുറേയും കൂടെ നമ്മൾ മെച്ചപ്പെട്ട രീതിയിലാക്കാനായിട്ട് ശ്രമിക്കണം. ആ രീതിയിൽ ഹെൽത്ത് സർവീസസ് കൊടുക്കുക. പിന്നെന്താണ് പവർ ഷെയറിംഗ്. നമ്മൾ നേരത്തെ ഇന്റേണൽ ചാലഞ്ചസിൽ പവർ ക്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ചാലഞ്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ആളുകൾക്ക് അതിനുള്ളിലെ വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പവർ ഷെയർ ചെയ്യാം. പവർ ഷെയറിങ് അതായത് എല്ലാ ആളുകൾക്കും ഏകദേശം ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും ഈക്വൽ ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. എല്ലാവർക്കും ഏകദേശം തുല്യമായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി റോളൊക്കെ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പവർ ക്രൈസ് വരില്ല അല്ലെ. ഞാൻ താഴ്ന്നത് അല്ലെങ്കിൽ ഞാൻ മുന്നിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അവർ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരും, ഈഗോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല അല്ലെ. അപ്പൊ പവർ ഷെയറിംഗ്. ഓക്കെ, പിന്നെന്താണ് അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. അതുപോലെ നല്ല സേവനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് അവാർഡ്സ് കൊടുക്കുക. അതുപോലെ തെറ്റായിട്ടുള്ള സേവനങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള പനിഷ്മെന്റുകൾ അതും നമ്മൾ കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതുപോലെ ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ, അതിപ്പോ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ മറ്റുള്ള എക്യുപ്മെന്റ് റിസോഴ്സസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എല്ലാ റിസോഴ്സിനെയും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് വർദ്ധിപ്പിക്കുക, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. പിന്നെന്താണ് ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. അതുപോലെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അതുപോലെ അവരുടെ പരിചരണങ്ങളൊക്കെ കുറേ കൂടെ ഇംപ്രൂവ് ചെയ്യാം അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാൻ പറ്റും. ഏറ്റവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുറേ കൂടെ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ് ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് നമ്മൾ ഏറ്റവും ആധുനികമായിട്ടുള്ള എന്താ പറയുക ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ, അതായത് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നമുക്ക് പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എല്ലാത്തിനും അതിൻ്റെതായ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നല്ലതാണ്. പിന്നെ മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. നമ്മൾ ഹോസ്പിറ്റൽ സേവനങ്ങളെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് ചെയ്താലാണ് പബ്ലിക് റിലേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാലഞ്ച് ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. സോ അപ്പൊ എന്താ ചെയ്യാൻ, നമ്മള് മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ഹോസ്പിറ്റലിലെ സേവനങ്ങളെ കൂടുതൽ മാർക്കറ്റ് ചെയ്യുക അല്ലെ, പരസ്യപ്പെടുത്തുക. പിന്നെ എന്താണ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. അതായത് നമ്മൾ ആളുകളെ അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കൂടെ ഒരു ഭാഗമാണ്. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് കുറെ ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കരിയർ ഡെവലപ്മെന്റ്. അവിടെയുള്ള ആളുകൾക്ക് അവരുടെ നോളജ്, എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ നോളജ്, അവരുടെ സ്കില്ല്, അവരുടെ എഫർട്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക അവസരങ്ങൾ, അല്ലെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവരുടെ കരിയർ ഡെവലപ്മെന്റ് നടത്തുക. ഓക്കെ, പിന്നെന്താണ് റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫുകൾ. അതായത് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകള്, അവർക്ക് വേണ്ട അവയർനെസ്സും മറ്റും കൊടുക്കുക. അതുപോലെ റീസ്ട്രക്ചറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി. അപ്പൊ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുക എന്നുവെച്ചാൽ റീസ്ട്രക്ചർ വെച്ചാൽ കുറെ കൂടി ഒരു ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിങ് നടത്താം. എങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കൂ. പിന്നെ ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. അതായത് നമ്മൾ ഓരോ ആളുകൾക്കും, ഓരോ മെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ക്ലിയർ കട്ട് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ ശരിക്കും ഒരു പവർ ഷെയറിംഗ് പോലെയാണ്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ഇന്റേണൽ ചാലഞ്ചസ് ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ചാലഞ്ചസ് ആയിക്കോട്ടെ, പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചു കേട്ടോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 3-നകത്ത് ഞാനൊരു ചാപ്റ്റർ
മാറ്റി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ചാപ്റ്റർ, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അതും പിന്നെ നമുക്ക് എടുക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത് 4th മൊഡ്യൂളുകളിലാണ്. ആ 2 ചാപ്റ്ററും കൂടി അതിന് തീർക്കാനുള്ളത്. കുഴപ്പമില്ലാണ്ട് ചെറിയ ചാപ്റ്ററുകളാണ്, ഇത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ചില ഡൗട്ടുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെയാണ് എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.